ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു നാടൻ ഒഴിച്ചെറിയുടെ റെസിപ്പിയാണ്. നമ്മളിത് ഉണ്ടാക്കുന്നത് ചെറുപയറും പച്ചക്കായയും വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചാനലിൽ കുറേയധികം ചെറുപയറിൻ്റെ റെസിപ്പികളൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ പച്ചക്കായയുടെയും റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഒഴിച്ചെറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് സമയം കുതിർത്ത് വെക്കണം. ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. കറി ഉണ്ടാക്കാനായിട്ട് ചെറുപയറും കായും കൂടെ ഒരുമിച്ച് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കറിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സൈസിലുള്ള ഒരു പച്ചക്കായാണ്. ചെറിയ സൈസിലുള്ള പച്ചക്കായ ആണെങ്കിൽ 2 എടുക്കാം. ഇനി ഏത്തക്കയുടെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലി കളഞ്ഞെടുത്ത പച്ചക്കായ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കായയുടെ കറ പോകാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കണം. ഇനി ഇതിലുള്ള വെള്ളം കളഞ്ഞെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി 3-4 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറിക്ക് അരപ്പുണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയിട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ 3 അല്ലി വെളുത്തുള്ളിയും 3 അല്ലി ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. 4 വിസിൽ വന്നു കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം ഇത് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ചെറുപയറും പച്ചക്കായും നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി കുറച്ച് തിക്കാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി കറി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളപ്പിക്കാം. അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് കറി ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ കുറുകി പോകേണ്ട, കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും കറി കുറുകി വരും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഉള്ളിയിലൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഉള്ളി ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി കടുക് വറുത്തെടുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ നമ്മുടെ ചെറുപയർ പച്ചക്കായ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.